ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 1995 മോഡൽ ഒരു ചേതക്കിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇത് വന്നത് വളരെ ദയനീയമായിട്ടുള്ളൊരു കണ്ടീഷനിലാണ്. പിക്കപ്പിൽ കയറ്റിയാണ് വണ്ടി കൊണ്ടുവന്നത്, റണ്ണിങ് അല്ല വണ്ടി. അതുപോലെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബ്രേക്ക് എല്ലാം ജാം ആവുന്നുണ്ട്. റിയർ ബ്രേക്ക് ഇല്ല, ഫ്രണ്ട് ബ്രേക്ക് ജാം ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല തുരുമ്പിൻ്റെ ഇഷ്യൂ ഉണ്ട്. വണ്ടി ഷെഡിലാണ് വെച്ചിരുന്നത്, എന്നാൽ ഇത് കോസ്റ്റൽ ഏരിയയാണ് വണ്ടി ഇരുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പൊരിച്ചിലും എല്ലാ പ്രശ്നങ്ങളും തുരുമ്പും എല്ലാം ഉണ്ട്. ഇതെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അതുപോലെ ഇതൊരു മെയിൻ ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ ബ്രേക്കിൻ്റെ ബൗഡൻ പൊട്ടിപ്പോയി. ആ ബൗഡൻ പിടിച്ചു നിർത്താനുള്ള ഭാഗം, നമ്മളെ ചേസിൽ വരുന്ന ഭാഗമെല്ലാം ദ്രവിച്ചു പോയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഔട്ടർ, ബൗഡൻ്റെ ഔട്ടർ വന്ന് നിൽക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാരിയറിൻ്റെ താഴെയും അത്യാവശ്യം നന്നായിട്ട് ദ്രവിച്ചിട്ടുണ്ട്. ഈ ലൈറ്റൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇതെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ ഇതാണ് ഗിയർ കേബിളിൻ്റെ അവസ്ഥ. 2 കേബിളും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുന്നവരൊക്കെ ചുമ്മാ കയറി ലിവർ പിടിച്ചിട്ടാണ് ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നത്, അല്ലാതെ പൊട്ടുന്ന സാധ്യത വളരെ കുറവാണ്. അതുപോലെ ഈ തുരുമ്പ് ഇത് നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. നമ്മളിത് കറക്റ്റായിട്ട് സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വണ്ടി ഇവിടം വെച്ച് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുപോലെ മഡ് ഗാർഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെത്ത് പോയിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെ ആക്കണം. അപ്പോൾ നമ്മുടെ വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇഷ്യൂകളിലൊന്ന്. അപ്പോൾ ഇത് ഉള്ളിലൊരു പൈപ്പ് വെച്ച് നമ്മളിത് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലാണ് നമ്മുടെ, ഞാൻ പറഞ്ഞ പോലെ, ബൗഡൻ്റെ ഔട്ടർ വന്ന് തട്ടി നിൽക്കാനുള്ളത്. അതെല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടിയിട്ടെടുക്കും. അതുപോലെ തന്നെ കാരിയറിൻ്റെ ബാക്കിൽ ഇവിടെ നല്ലൊരു പൊട്ടലുണ്ടായിരുന്നു, അത് നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് അത് നല്ലൊരു വലിയൊരു പീസ് തന്നെ നമ്മൾ വെട്ടിയിട്ട് വെൽഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ പാച്ച് ചെയ്യാൻ നിൽക്കരുത്. ഇനി വരുന്നത് നമ്മുടെ ഫ്രണ്ട് മഡ് ഗാർഡ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പുട്ടിയിട്ടെടുക്കാറാണ് പതിവ്. ഇപ്പം നമ്മൾ പുട്ടിയിട്ട് പ്രൈമറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് സർഫസർ പ്രൈമറാണ് അടിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഇനി അടുത്ത് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ കളറിന് പിടിക്കാനുള്ള സർഫസ് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണിത്. ഇനി ഇത് ഒരു കോട്ട് കൂടി ഈ പെയിൻറ്റ് അടിച്ച ശേഷം, ഈ പ്രൈമർ അടിച്ച ശേഷമാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്ന കോട്ട് നല്ല ഹെവി ആയിട്ട് അടിക്കും. അത് അടിച്ച ശേഷം അതിനെ നമ്മളൊന്ന് സാൻഡ് ചെയ്ത് ലെവൽ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ അടുത്ത പുതിയ കളറിലോട്ട് പോകത്തുള്ളൂ. അപ്പം ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി കംപ്ലീറ്റ് ആയ ശേഷം എങ്ങനെയാണ് വണ്ടിയുടെ ലുക്ക് എന്നുള്ളതെന്ന് നോക്കാം. അപ്പം ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അതായത് ഫുള്ള് പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെയിൻറ്റിൻ്റെ ക്വാളിറ്റി. ക്ലിയർ കോട്ട് 2 കോട്ടാണ് ചെയ്തിട്ടുള്ളത്. വണ്ടി പോളിഷേ ചെയ്തിട്ടില്ല, ഒരു 6 മാസം കഴിഞ്ഞ് പോളിഷ് ചെയ്യാവും. നമ്മൾ റിയറിലെ സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് സീറ്റ് നമ്മൾ അപ്പോൾസ്റ്ററിയാണ് ചെയ്തത്. ഓവറോൾ ഇപ്പോൾ ഇതാണ് വണ്ടിയുടെ ലുക്ക്. ഇപ്പോൾ ഈ വാഹനത്തിലെല്ലാം വർക്കിംഗ് ആണ്. വേറെ എൻജിൻ സംബന്ധമായിട്ട് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒറ്റ കിക്കിൽ വണ്ടി സ്റ്റാർട്ടാവും. ഇതിൻ്റെ കാർബറേറ്റർ നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. എത്ര കാലം കിട്ടും എന്നുള്ളത് അറിയത്തില്ല.
ഞാൻ ഇത് സ്റ്റിക്കർ ഒട്ടിച്ചതാണ് പുതിയതായിട്ട്. പെയിൻറ്റിങ്ങിന് ശേഷമാണ് ഈ സ്റ്റിക്കർ ചെയ്യാറ്. അതുപോലെ ഈ 12 വോൾട്ട് ഇലക്ട്രോണിക്കിൻ്റെ ഈ ഡീക്കാളും അതുപോലെ തന്നെയാണ്. ഇത് പേസ്റ്റ് ചെയ്തിരിക്കും, ഒട്ടിച്ചിരിക്കുകയാണ് നമ്മൾ. ഇതും ഒട്ടിച്ചതാണ്. ടയേഴ്സ് രണ്ടും ഫ്രണ്ടും ബാക്കും ടയർ പുതിയതാണ്. റിമ്മ് ഒരെണ്ണം മാറ്റിയിട്ടുണ്ട്. അതുപോലെ വെൽഡിങ് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. പാർക്കിങ്ങിൽ ഇതുപോലെ ഏതെങ്കിലും പഴയ വണ്ടി റീസ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക. പക്ഷേ എന്തായാലും ടൈം എടുക്കും. ഉടനെ ഒന്നും ഒരു കാരണവശാലും വണ്ടി കിട്ടുന്ന പ്രതീക്ഷിച്ചാണെങ്കിൽ കോൺടാക്ട് ചെയ്യരുത്. ടൈം എടുക്കും. മിനിമം ഒരു 2 മാസം എടുക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തായാലും 2 മാസം എടുക്കും. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്, ഇപ്പോൾ ഈ വണ്ടിയിൽ മൊത്തം വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 15,000 ആണ്, ഇൻക്ലൂഡിങ് പെയിൻറ്റിങ്, സ്പെയർസ് ആൻഡ് ലേബർ. ഇത് സംബന്ധമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.